ഹലോ ഗായ്സ്, അപ്പോൾ നമുക്ക് ചെമ്പരത്തി ജ്യൂസ് ഉണ്ടാക്കാം. അപ്പോൾ ഇത് ചെമ്പരത്തിൻ്റെ ഇതളും നമ്മൾ ഓരോന്നായിട്ട് പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ ഇതളും ഒന്ന് പിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒന്ന് ചെമ്പരത്തിൻ്റെ ഇതളൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ നമുക്ക് കഴുകി കഴിഞ്ഞിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. മാറ്റി കഴിഞ്ഞ ശേഷം നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് എല്ലാ ചെമ്പരത്തിൻ്റെ ഇതളും മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. എത്രയാണോ പഞ്ചസാര വേണ്ടത് അത്ര ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഒന്ന് അടിച്ചിട്ട് അതിൻ്റെ ആ ഒരു വെള്ളം, ചെമ്പരത്തിൻ്റെ ആ ഒരു വെള്ളം മാത്രം മതി കേട്ടോ. അപ്പം അടിച്ച സാധനം നമുക്ക് വേണ്ട, അപ്പോൾ അത് മാത്രം മതി. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഗ്യാസിൽ വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. കഴിഞ്ഞ് 2-3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കുറച്ച് നാരങ്ങനീര് ഒഴിച്ച് കൊടുക്കാം. നാരങ്ങനീര് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കുന്നതിനനുസരിച്ചിട്ട് കളറ് മാറുന്നുണ്ട്. അപ്പോൾ അതാ നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ റെഡ് കളറായ ജ്യൂസ് നമുക്ക് കൊച്ചിന് കൊണ്ടുവയ്ക്കും. അപ്പോൾ അവരിതാ സൂപ്പർ എന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ബൈ ബൈ.